ഹലോ വെൽക്കം ലാസ്റ്റ് മലയാളം. ഇന്ന് ഞാൻ പെർഫ്യൂം വേരിയൻസ് ഉണ്ട്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഇത് EDP ആണ്, EDT ആണ്, EDC ആണ്, പെർഫ്യൂം ആണ്, എക്സ്ട്രാ ഡി പെർഫ്യൂം ആണ്. സോ ഇത് ഒക്കെ തമ്മിലുള്ള ഡിഫറൻസസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. മാത്രമല്ല ഇത് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും ഒരു പെർഫ്യൂമിന്റെ ബാക്കിൽ ഇതിൽ എത്രത്തോളം പെർഫ്യൂം ഉണ്ട് എന്നുള്ള കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആക്ച്വലി നമ്മുടെ ചാനൽ തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ഉണ്ടായിരുന്ന ഒരു വീഡിയോ അതാണ് കുറെ നാളുകൾക്ക് മുന്നേ. അപ്പൊ എനിക്ക് തോന്നി ഇപ്പൊ അന്നുള്ളതിനേക്കാൾ ഒരുപാട് ആളുകൾ ഇപ്പൊ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഒന്നും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാം എന്നുള്ളത്. സോ പെർഫ്യൂംസ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ആ പഴയ വീഡിയോയിൽ പറയാത്ത കുറെ കാര്യങ്ങൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം കേട്ടോ. സോ ഫസ്റ്റ് തിങ്, നിങ്ങൾ ഒരു പെർഫ്യൂം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അതിന്റെ കോൺസെൻട്രേഷൻ. മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മൾ കോൺസെൻട്രേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പറ്റിക്കപ്പെടുക എവിടെയെന്ന് വെച്ചാല് അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഈ ഒരു കാര്യം പറയാനുള്ള ഒരു റീസൺ. നമ്മുടെ ഈ ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ, അതുപോലെ വേഴ്സാച്ചേന്റെ പെർഫ്യൂംസ്, വേഴ്സാച്ചെ മിക്ക പെർഫ്യൂംസും, അതുപോലെ തന്നെ വേറെ ഇങ്ങനത്തെ ഡിസൈനർ പെർഫ്യൂംസിന് അവരുടെ ഒരു വേ ഓഫ് ബിസിനസ് എന്താ വെച്ചാല് ഒറിജിനലി അവര് EDTO അല്ലെങ്കിൽ EDPO ഒക്കെ എങ്ങനെയാണോ അവരുടെ ബോട്ടിലിന്റെ ഡിസൈന്, അതേ ഡിസൈനില് അവര് ഡിയോഡറന്റ് കൊടുക്കും. അപ്പൊ പലപ്പോഴും ആളുകൾ വിലക്കുറവ് നോക്കിയിട്ട് ചിലപ്പോൾ ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ അതിന്റെ താഴെ ഡിയോഡറന്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് നോക്കാണ്ട് ആ ഒരു ബോട്ടിലും ഇതിന്റെ പ്രൈസിന്റെ കുറവും മാത്രം ശ്രദ്ധിച്ചിട്ട് അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അത് ഡിയോഡറന്റ് ആണ് കിട്ടുക. ഏറ്റവും വീക്കസ്റ്റ് കോൺസെൻട്രേഷൻ ആണ് ഒരു ഡിയോഡറന്റിൽ ഉണ്ടാവുക. പക്ഷെ ഇപ്പൊ ഇത് അഫ്നാൻ NaNoPM ആണ്. ഇത് കണ്ടോ, ഇത് വേറൊരു ഷേപ്പാണ്. ഡിയോഡറന്റിന്റെ ഒരു ടിപ്പിക്കൽ ഇതൊരു ഡിയോഡറന്റ് ആണ് എന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. പക്ഷേ ഇവരവിടെ ഒരു ട്രിക്ക് കാണിച്ചു കണ്ട, പെർഫ്യൂം സ്പ്രേ എന്നാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെ കാണുമ്പോൾ എനിക്ക് അറിയാവുന്ന ഒരുപാട് പേരുണ്ട് ഇതേ പണി ലത്താഫയും കാണിച്ചിട്ടുണ്ട്. ആളുകൾ ഇത് പെർഫ്യൂം ആണ് എന്ന് കരുതിയിട്ട്, അതായത് 250 ml ഒക്കെ ഉള്ള വലിയൊരു പെർഫ്യൂം കിട്ടും എന്ന് കരുതിയിട്ട്, കാരണം ഇതിൽ ഡിയോഡറന്റ് എന്ന് എഴുതിയിട്ടില്ല, അത് പെർഫ്യൂം സ്പ്രേ എന്നാണ്. അപ്പോൾ അത് കരുതി വാങ്ങിച്ച് പറ്റിക്കപ്പെട്ട ആൾക്കാരുണ്ട്. സോ ഇതിനെല്ലാം ഉള്ള ഒരു അവയർനെസ് ആയിട്ട് കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. സോ ഫസ്റ്റ് തിങ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വാങ്ങിക്കുന്ന പെർഫ്യൂമിന്റെ കോൺസെൻട്രേഷൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. അത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അത് ഡിയോഡറന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ബോഡി മിസ്റ്റ് ആവും. ബോഡി മിസ്റ്റ് മോസ്റ്റ്ലി അതില് എത്തനോളിന്റെ കണ്ടന്റ് ഉണ്ടാവും. നമ്മൾ സാധാരണ ബോഡി മിസ്റ്റുകൾ കാണുന്ന ബാത്ത് ആൻഡ് ബോഡി വർക്സിന്റെ അല്ലെങ്കിൽ വിക്ടോറിയ സീക്രട്സിന്റെ ഒക്കെ ബോഡി മിസ്റ്റുകൾ കാണുന്ന പോലെ തന്നെ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളതോ അല്ലാത്തതോ ആയ ബോട്ടിലുകളിൽ ലിക്വിഡ് ആയിട്ടുള്ള പെർഫ്യൂം ഉണ്ടാവും. അപ്ലൈ ചെയ്താൽ നമുക്ക് ബോഡിയിൽ അപ്ലൈ ചെയ്യാനേ പറ്റുള്ളൂ. വലിയ പ്രൊജക്ഷനും പെർഫോമൻസിനും ഒന്നിനും അല്ലാതെ നമുക്ക് ഒരു ബോഡിയിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു സാധനം. അതേ കോൺസെൻട്രേഷൻ തന്നെയാണ് ഇതിലും വരുന്നത്. ഇത് ഡിയോഡറന്റ് ആണ്. ഇനി അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ ഇവര് കറക്റ്റ് ആയിട്ട് ബോഡി സ്പ്രേ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ കൊടുത്തിട്ടുള്ളത് പെർഫ്യൂം സ്പ്രേ എന്നാണ്. ബോഡി സ്പ്രേ അല്ലെങ്കിൽ ബോഡി പെർഫ്യൂം എന്നൊക്കെ കൊടുക്കാമായിരുന്നു, കൊടുത്തില്ല. ഇത് സിൽവർ സെന്റ് ആണ്. അപ്പോൾ ഇതില് അവര് ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് ബോഡി സ്പ്രേ എന്ന് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് മനസ്സിലാവും ഇതൊരു ബോഡി സ്പ്രേ അല്ലെങ്കിൽ ഡിയോഡറന്റ് ആണ് എന്നുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കുക. നിങ്ങളൊരു പെർഫ്യൂം വാങ്ങിക്കുമ്പോൾ അതിന്റെ ഷേപ്പും കാര്യങ്ങളിലും എല്ലാം കോൺസെൻട്രേഷനിലാണ് കാര്യം എന്നുള്ളത്. സോ ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് ഈ ഡിയോഡറന്റ്, ബോഡി മിസ്റ്റ്, ഇങ്ങനത്തെ സംഭവങ്ങളാണ്. ഞാൻ അതിന്റെ തൊട്ട് മേലായിട്ട് നമുക്ക് ഓടെ കൊളോൺ ആണ് വരുന്നത്. പക്ഷെ ഇതിന്റെ രണ്ടിനും ഇടയിൽ ഒരു ഓടെ ഫ്രഷ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനം വരുന്നുണ്ട്. അതിൽ അങ്ങനെ അത്ര അധികം പെർഫ്യൂംസ് നമ്മൾ കാണാറില്ല. അത് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 2 to 3% ലെവലിലൊക്കെയാണ് അതിന്റെ കണ്ടിട്ടുള്ളത്. സോ അതിലേക്ക് ഞാൻ പോകുന്നില്ല, അപ്പൊ കാണിക്കാൻ എൻ്റെ അടുത്ത് പെർഫ്യൂംസും ഇല്ല. അപ്പൊ ഡിയോഡറന്റ് പറഞ്ഞാൽ നമുക്കൊരു 1% അതിൽ പെർഫ്യൂം ഉള്ളൂ, ബാക്കിയൊന്നും പെർഫ്യൂം അല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഡിയോഡറന്റ് വാങ്ങിയിട്ട് ഇപ്പോ ഞാനതാ ഡാപ്പർ ഇവിടെ 99 rupees വാങ്ങിച്ചതാ പറഞ്ഞു, ഇതിൽ 1% പെർഫ്യൂം ഉള്ളൂ. അപ്പൊ അത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് അതിന് എത്ര പെർഫോമൻസ് കിട്ടും, അതല്ലെങ്കിൽ അത് അത്രയും പ്രൈസിന് വേർത്തല്ല, ഇതൊന്നും പറയരുത്. അതിന്റെ പർപ്പസേ വേറെയാണ്. അപ്പൊ അതൊരു പെർഫ്യൂം ആയിട്ട് ഒരിക്കലും നിങ്ങൾ കൺസിഡർ ചെയ്ത് വാങ്ങിക്കരുത്.
മാത്രമല്ല ഡിസൈനർ ബ്രാൻഡുകളുടെ ഡിയോഡറൻസ് ഒരിക്കലും ഡിയോഡറന്റ് എന്ന് നിങ്ങൾ വലിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെർസാച്ചെ ക്രിസ്റ്റലിനോ അല്ലെങ്കിൽ ബ്രൈറ്റ് ക്രിസ്റ്റലിന്റെ ഒക്കെ ബോട്ടിൽ കണ്ടിട്ട് ഇത് പെർഫ്യൂം ആണ് എന്ന് തെറ്റിദ്ധരിച്ച് അതും വാങ്ങിക്കരുത്. അതൊക്കെ ഡിയോഡറൻസ് ആയിരിക്കും. അവിടെ EDP EDT എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ഫൈൻ, നോ ഇഷ്യൂസ്. സോ നെക്സ്റ്റ് വരുന്നൊരു സാധനം EDC ആണ്, ഓടെ കൊളോൺ. കൊളോൺ എന്ന് പറയുമ്പോൾ പൊതുവെ ചില ആൾക്കാർ പെർഫ്യൂമിന് തന്നെ കൊളോൺ എന്ന് പറയാറുണ്ട്. കൊളോൺ എന്ന് പറയുമ്പോൾ നമുക്കൊരു 4% വരെ അതിൻ്റെ ഒരു പെർഫ്യൂം കോൺസെൻട്രേഷൻ ഉണ്ട്. 4%, അതായത് ടോട്ടൽ 100 ml ബോട്ടിലിൽ 4% അതിൽ എന്തായിരിക്കും, പെർഫ്യൂമാണ്, അതിൽ പെർഫ്യൂം ഓയിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓടെ കൊളോൺസ് നമ്മളെ നാട്ടിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ചില ബ്രാൻഡുകൾ ഉണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ ഉസ്ത്ര, മോസ്റ്റ് ഓഫ് ദർ പെർഫ്യൂംസ് ആർ കൊളോൺസ്. അതിൽ EDC എന്നാണ് കോൺസെൻട്രേഷൻ ഉണ്ടാവുക. അതുപോലെ തന്നെ ഇപ്പോൾ റീസെന്റ് ക്രീഡ വെന്റസിന്റെ ഒരു കൊളോൺ വന്നു. അതുപോലെ തന്നെ കൊളോൺസ് ഉള്ള പല ബ്രാൻഡുകളും, റെവ്ലോണിന്റെ പ്രോഡക്ട്സ് ഉണ്ട് കൊളോൺസിൽ വരുന്നുണ്ട്. അപ്പൊ കൊളോൺ എന്ന് പറയുമ്പോൾ 4% വരെ അതിൽ പെർഫ്യൂം ഉള്ളൂ. അപ്പൊ അതും ഒരു വീക്കർ സൈഡിൽ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അതും നിങ്ങൾ മനസ്സിലാക്കുക. കൊളോണും കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ലാസ്റ്റ് ചെയ്യോ എന്നൊന്നും നോക്കരുത്. കൊളോൺസും അത്ര അധികം ഒന്നും നിൽക്കൂല. ഇനി അതിന്റെ മേലുള്ളതാണ് EDT, ഓടെ ടോയ്ലറ്റ്. ഓടെ ടോയ്ലറ്റ് ഇവിടെ പോഹോം എന്ന് എഴുതിയിട്ടുണ്ട്. ചിലതിൽ ഇവിടെ പോഹോം എന്ന് പറഞ്ഞാൽ ഫോർമാൻ, പിന്നെ ഇവിടെ ഹോമിന് പകരം ഫെമൻ ഉണ്ടാവും, അത് ഫോർ വുമൺ. അത്രേ ഉള്ളൂ ഡിഫറൻസ്, അത് വേറെ ഒന്നുമില്ല. EDT എന്ന് പറഞ്ഞാല് ഓടെ ടോയ്ലറ്റ്. അത് എന്താണ്, അതിൽ നമുക്ക് 5 to 15% വരെ പെർഫ്യൂം ഉണ്ടാവും. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് അത്യാവശ്യം ഒരു കോൺസെൻട്രേഷൻ വന്നു. അപ്പൊ ചിലപ്പോൾ 5 ആവാം, ചിലപ്പോൾ 6 ആവാം, 7 ആവാം, 8 ആവാം, 10 ആവാം, 12 ആവാം, 15 ആവാം. 15 വരെ ഈ നമുക്ക് എന്താ പറയാ, ഓടെ ടോയ്ലറ്റ് ആണ്. ഇവിടെ ഉണ്ടോ? ഇനി അത് മനസ്സിലാക്കാനുള്ള വേറൊരു വഴി, ഇതിൽ എത്ര ഉണ്ട് എന്നുള്ളത്. ചില കമ്പനികൾ ഇവിടെ താഴെ ഇവിടെ ഒരു വോളിയം എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. VOL ഒരു പെർസെൻറ്റേജ്, 80% VOL എന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാല് ഇതിൽ 80% ആണ് ഇതിലുള്ള ടോട്ടൽ ആൽക്കഹോളിന്റെ കണ്ടന്റ്. അതായത് ഇതൊരു 100 ml പെർഫ്യൂം ആണെങ്കിൽ അതിന്റെ 80%ഉം അതിൽ ആൽക്കഹോൾ ആണ്. ബാക്കി 20%-ൽ നമുക്കൊരു 15% വരെ പെർഫ്യൂം ഉണ്ടാവും. ബാക്കി ഒരു 5% മറ്റ് പെർഫ്യൂമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും. സോ ഇതിന്റെ ബാക്കിൽ നോക്കിയാൽ അവരിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇത് 80% ഡീനാച്ചുവേർഡ് ആൽക്കഹോൾ ആണ്. കുറെ ആൾക്കാർക്ക് അതും ഒരു ഡൗട്ടാണ്, പെർഫ്യൂമിലുള്ള ആൽക്കഹോൾ സാധാരണ ആൽക്കഹോൾ ആണോ? ആക്ച്വലി ഡീനാച്ചുവേർഡ് പെർഫ്യൂം ഗ്രേഡ് എത്തനോൾ, അതാണ് പെർഫ്യൂംസിൽ യൂസ് ചെയ്യാറുള്ളത്. അത് അതിന്റെ ഏറ്റവും പ്യൂറസ്റ്റ് ഫോമാണ്. മാത്രമല്ല അത് നമുക്ക് കൺസംഷന് പറ്റിയ സാധനമല്ല, അത് ഡീനാച്ചുർ ചെയ്തതാണ്. ഡീനാച്ചുർ ചെയ്യാൻ 2 രീതിയിൽ ഡീനാച്ചുർ ചെയ്യുന്നുണ്ട്. ഒന്ന് DP വെച്ചിട്ട്, ഡൈത്തേൽ ഫാറ്റലൈറ്റ് വെച്ചിട്ട് ഡീനാച്ചുർ ചെയ്യുന്നുണ്ട്, അതാണ് പെർഫ്യൂം ഗ്രേഡ് ആയിട്ട് വരുന്നത്. പിന്നെ മെത്തനോൾ വെച്ചിട്ട് ഡീനാച്ചർ ചെയ്യുന്നുണ്ട്. അത് ഡീനാച്ചർഡ് എത്തനോൾ ആണ്, ബട്ട് അത് മോസ്റ്റ്ലി പെർഫ്യൂമിന്റെ യൂസിന് അങ്ങനെ എടുക്കാറില്ല. ഇനി ഏതെങ്കിലും കമ്പനിക്കാർ അങ്ങനെ എടുക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അത് പക്ഷേ അതൊരു പ്രൈസ് കുറഞ്ഞ ഒരു സംഭവമാണ്. അതാണ് ചില പെർഫ്യൂംസിൽ നിന്ന് കൂടുതൽ തണുപ്പ് അനുഭവപ്പെടാനുള്ള കാര്യം, ഈ ഒരു കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ ഇതിന്റെ ബാക്കിൽ മറ്റ് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഒരു 5% ഒക്കെ വന്നിട്ടുണ്ടാവും. അത് എത്രയാണെന്ന് അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ എന്താ പറയാ, നമുക്ക് ഒരു 15% വരെ EDT-യിൽ നമുക്ക് ഇതിന്റെ കണ്ടന്റ് ഉണ്ട്. അപ്പൊ മനസ്സിലാക്കാനുള്ള ഈസിയസ്റ്റ് വേ, ഇവിടെ വോളിയം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, അത് നോക്കുക എത്രയാണ് അതിൽ ആൽക്കഹോൾ. ഇനി ഇന്ത്യൻ പെർഫ്യൂംസ് ആണെങ്കിൽ അതിന്റെ ബാക്കിൽ അവര് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇത്രയാണ് ഇതിന്റെ ആൽക്കഹോള്. അത് നിങ്ങൾ ഇപ്പൊ ഈ ഡെൻവർ അല്ലെങ്കിൽ വൈൽഡ് സ്റ്റോൺ ഒക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ഇത്ര % അതിൽ ആൽക്കഹോൾ ഉണ്ട്, ഇത്ര % ഡീനാച്ചുർ ചെയ്തിട്ടാണ്. അതായത് ചിലത് 5% ഡൈത്തൈൽ ഫാറ്റലൈറ്റ് യൂസ് ചെയ്തിട്ടാവും ഡീനാച്ചുർ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതൊരു 95 എന്നിട്ട് ഒരു V എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. എന്നിട്ട് അതിന് ശേഷം അതിന്റെ ഒരു വോളിയം അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, അതിൽ എത്ര കണ്ടന്റ് ഉണ്ട് ആൽക്കഹോളിന്റെ. അത് നിങ്ങൾക്ക് അതിന്റെ ബാക്കിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അതാണ്, അപ്പോ അങ്ങനെയാണ് അത് മനസ്സിലാക്കുക. അപ്പൊ EDT എന്ന് പറഞ്ഞാൽ അപ് ടു 15% വരെ. ഇനി അതിന്റെ മേലെയുള്ള ഒരു സാധനമാണ് EDP. ഇത്
അപ് ടു 20% വരെയാണ്. അപ്പൊ ഇത് അൽറിഹാബിന്റെ ലവ്ലിയാണ്. ഇത് 20% വരെ ഇതിൽ എന്തുണ്ട്, പെർഫ്യൂം ഉണ്ട്. നമുക്കൊരു 20 തന്നെ കൺസിഡർ ചെയ്യാം. 20% ടോട്ടൽ 100 ml ഉണ്ടെങ്കിൽ അതിൽ 20 ml എന്താണ്, അതിൽ ഓയിലാണ്. അപ്പൊ നല്ല കോൺസെൻട്രേഷൻ ആയി. 20 എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു പെർഫ്യൂമിനെ സംബന്ധിച്ച് അതൊക്കെയാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കോൺസെൻട്രേഷൻസ് ആണത്. അപ്പൊ ഇതിൽ ഇവര് ആൽക്കഹോൾ ഡീനാറ്റ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ബാക്കി എത്രയാണ് ഇതിന്റെ വോളിയം, ഓക്കെ, ഞാനത് അവിടെ ബാക്കിൽ എടുത്ത് ഇവിടെ എഴുതിയിട്ടുണ്ട് 80% വോളിയം എന്നുള്ളത്. സോ അതാണ് നമ്മുടെ EDP, ഓടെ പെർഫ്യൂം. ഓക്കെ, ഇനി അതിന്റെ മേലെയുള്ള ഒരു കോൺസെൻട്രേഷനിലേക്ക് പോകുമ്പോഴാണ് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുക. അപ്പോൾ അത് ഞാൻ 2-3 കാണിക്കാം. എക്സ്ട്രാക്ട് ഡി പെർഫ്യൂം, പ്യുർ പെർഫ്യൂം, എലിക്സിർ. ഓക്കെ, ഇനി ഇതിൽ പെടാത്തത് എന്നുള്ളത് വെറും പെർഫ്യൂം എന്ന് എഴുതിയത്. സോ എക്സ്ട്രാക്ട് ഡി പെർഫ്യൂം, പ്യുർ പെർഫ്യൂം, പെർഫ്യൂം, ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. നമുക്ക് 20%-ന്റെ എബോവ് വരുന്നത് അതൊരു അപ് ടു, ശരിക്കും യൂഷ്വലി അത് ഉണ്ടാവാറുള്ളത് 25% വരെയൊക്കെയാണ്. ബട്ട് ഇൻ റെയർ കേസസിൽ നമുക്ക് 40% വരെയൊക്കെ കിട്ടാറുണ്ട്. പല ബ്രാൻഡുകളും 40% പെർഫ്യൂംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ നമുക്കത് ഇങ്ങനെ ഈ എക്സ്ട്രാക്ട് ഡി പെർഫ്യൂം അല്ലെങ്കിൽ പ്യുർ പെർഫ്യൂം അല്ലെങ്കിൽ പെർഫ്യൂം ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. പിന്നെ ഇതിൽ എലിക്സിറിന് ചെറിയൊരു വ്യത്യാസമുള്ളത് എന്താ വെച്ചാല്, എലിക്സിറും കോൺസെൻട്രേഷൻ അത് തന്നെയാണ്. ബട്ട് എലിക്സിർ എന്ന് കമ്പനികൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു കാര്യം, എലിക്സിറിലെ കുറച്ചും കൂടി ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ടാവും. എന്താണ് ഈ ഹൈ ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ്? നമ്മൾ ഈ നീഷ് പെർഫ്യൂംസിലൊക്കെ പറയാറില്ലേ, നീഷ് പെർഫ്യൂംസിൽ ഹൈ ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്നുള്ളത്. സോ ഈ സിന്തറ്റിക് ഇൻഗ്രീഡിയൻസ് അല്ലാതെ കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ അതിലുണ്ട്, അതിന്റെ കണ്ടൻസിൽ അതുണ്ട്. അതുകൊണ്ടാണ് അവിടെ എലിക്സിർ എന്ന് അതിന് കൊടുക്കുന്നത്. ഈ എലിക്സിർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യമുണ്ട്. ചില പ്രൊഡക്റ്റുകൾ എലിക്സിർക്ക് വരുമ്പോൾ ഫ്രാഗ്രൻസ് നല്ല മാറ്റം വരും. ഇപ്പൊ ഡിയോർ സവാഷ് എലിക്സിർ, അത് സാധാരണ ഡിയോർ സവാഷ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. സോ അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കാൻ പറ്റുള്ളൂ. സാധാരണ എലിക്സിറും അല്ല, സാധാരണ ഒരു പെർഫ്യൂം നോക്കിയിട്ട് അതാണോ ഈ എലിക്സിറിൽ കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം രണ്ടും തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. സോ അതും കൂടി മനസ്സിലാക്കുക. പിന്നെ ഇനി ഇതിന്റെ പുറമേ ഉള്ള ഒരു സാധനമാണ് പെർഫ്യൂം ഓയിൽ, ടിപ്പിക്കൽ പെർഫ്യൂം ഓയിൽ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് അൽനോയിമിന്റെ ആണ്, ഇതൊരു സാധാരണ വില കുറഞ്ഞതാണ്. ഇനി ഇത് കുറച്ചും കൂടി പ്രീമിയം ആയിട്ടുള്ളതാണ്, മൈ പെർഫ്യൂംസിന്റെ ആണ്. പക്ഷെ മൈ പെർഫ്യൂംസ് ഇവിടെ കോൺസെൻട്രേറ്റഡ് പെർഫ്യൂം ഓയിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. കോൺസെൻട്രേറ്റഡ് എന്ന് പറയുമ്പോൾ ഇതിലെ ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിലെ DPG ഒക്കെ ഇൻഗ്രീഡിയന്റ് ആയിട്ട് കാണാൻ പറ്റും. അതായത് അത് കംപ്ലീറ്റ്ലി പെർഫ്യൂം ഓയിൽ ഇല്ല, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അതിൽ എന്തില്ല, എത്തനോളിന്റെ പ്രസൻസ് ഇല്ല. അതുകൊണ്ട് നമുക്കത് പെർഫ്യൂം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, റോൾ ഓൺ ആയിട്ടേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനർത്ഥം ഇത് കംപ്ലീറ്റ്ലി 100% ഓയിൽ ആണ് എന്നുള്ളതല്ല. സോ അതും നിങ്ങളൊരു ഓയിൽ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഇത് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് ചെറുത് 50 രൂപക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടിയതാണ്. പക്ഷെ ഇത് ഓയിലല്ലേ, ഇതും ഓയിലല്ലേ, ഇതും ഓയിലല്ലേ. ഓരോന്നിനും എന്തുകൊണ്ടാണ് വേറെ വേറെ പ്രൈസ് എന്ന് വെച്ചാൽ, ഇതിൽ ഈ പറഞ്ഞ പോലെ പെർഫ്യൂം ഓയിലിന്റെ കണ്ടന്റും മറ്റുള്ള DPG പോലത്തെ സാധനങ്ങളുടെ കണ്ടന്റ്സും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അത് എത്രയാണെന്ന് അവരിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് അങ്ങനെ പറയാൻ പറ്റുകയില്ല. അപ്പൊ ഏറ്റവും ബെസ്റ്റ് എന്താ വെച്ചാല്, കുറച്ചൊരു പ്രൈസ് ഉള്ള ഓയിൽസ് വാങ്ങുകയാണെങ്കിൽ കുറച്ച് നല്ലത്, നിങ്ങൾക്ക് ഇതൊരു നല്ലതാണ് എന്ന് തോന്നുന്നത് വാങ്ങിക്കുക. ഏറ്റവും ചീപ്പസ്റ്റിലേക്ക് പോയാൽ സംഭവിക്കുന്നത് ഏറ്റവും ലോക്കൽ സാധനമായിരിക്കും കിട്ടുക. നല്ല രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്ത് DP വെച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് സാധനങ്ങളായിരിക്കും കിട്ടുന്നുണ്ടാവുക. സോ അതെപ്പോഴും നിങ്ങളെ മൈൻഡിൽ വെക്കണം. അപ്പൊ അതൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഇനിയും കുറെ കാര്യങ്ങൾ പറയണം, ഞാൻ ഭയങ്കര ലെങ്തി ആയിട്ട് പോകണ്ടെന്ന് വെച്ചുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങൾ ഈ കോൺസെൻട്രേഷൻസ് നോക്കുക, ഓരോന്നും നമ്മൾ വ്യത്യാസങ്ങൾ ഇന്നതാണ്. പെർഫ്യൂംസ് വാങ്ങിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വാങ്ങിക്കുക. പിന്നെ ഒരു കാര്യം, ഇപ്പൊ ഈ EDTയും EDP ഒക്കെ വെച്ച് നോക്കുമ്പോൾ ചില കമ്പനികളുടെ EDTന്റെ അത്രയും പെർഫോം ചെയ്യണം എന്നില്ല. അതൊക്കെ എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മൾ വാങ്ങിക്കുന്ന പെർഫ്യൂമിന്റെ ഒരു സ്ട്രെങ്ത്തും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം.
ഇപ്പോൾ ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം ഈ എക്സ്ട്രാ ഡി പെർഫ്യൂമിൽ വന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്ന സ്ഥാനത്ത് EDT കോൺസെൻട്രേഷനിലുള്ള അത്യാവശ്യം ഡാർക്കർ ആയിട്ടുള്ള ഒരു പെർഫ്യൂം ഇതിനെ എന്താ പറയുക ഔട്ട് പെർഫോം ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പർപ്പസ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ഒക്കേഷൻസിലേക്ക് ഏത് പെർഫ്യൂം വേണം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയിട്ട് മാത്രം വാങ്ങിക്കുക. അല്ലാഞ്ഞാൽ കോൺസെൻട്രേഷൻ മാത്രം നോക്കിയിട്ടും കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. എപ്പോഴും പെർഫ്യൂമിന്റെ നാച്ചുർ പഠിച്ചു വെക്കണം, ഇത് ഓരോന്ന് ഏത് ഒക്കേഷൻസിലേക്ക് പറ്റും എന്നുള്ളത്. അതെന്തായാലും പിന്നീട് എപ്പോഴെങ്കിലും ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.